നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡ് എങ്ങനെയാണ് സൗജന്യമായി മൊബൈൽ ഫോണിൽ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ 24 മണിക്കൂറിനകം ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പാൻ കാർഡ് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ സുഹൃത്തായിട്ടുള്ള മലപ്പുറത്തുള്ള മുഹമ്മദ് ഇർഫാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എനിക്കൊരു പാൻ കാർഡ് എടുത്തു തരുമോ, ഇൻസ്റ്റന്റ് ആയിട്ട് വേണം, അതായത് ഇന്ന് തന്നെ അവർക്ക് ബാങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. ആ എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ പാൻ കാർഡ് അപ്ലൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാറിൽ ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ കാണിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് www.incometax.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൻ കാർഡ് എടുക്കുന്നതിനുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് 18 വയസ്സ് ആയതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ആ പ്രൊസീജിയർ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 2 മെനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറഞ്ഞ ഒരു മെനുവും അതേപോലെ തന്നെ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മെനുവും. ഇതിൽ ആദ്യത്തെ മെനു ആണ് നമ്മൾ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ള ഈ ഒരു മെനു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ മെനു ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ ഓപ്ഷൻ കഴിയുന്നതിനനുസരിച്ച് അത് സെലക്ഷൻ വരുന്നതാണ്. ഇപ്പോൾ 1 എന്നുള്ളതാണ് സെലക്ഷൻ വന്നിട്ടുള്ളത്. ഗെറ്റ് ന്യൂ ഇ പാൻ, അതായത് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 12 അക്കമുള്ള ആധാർ നമ്പർ ഈ കോളത്തിൽ അടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. ഇതിന് ക്യാഷ് ഒന്നും പേയ്മെന്റ് ചെയ്യേണ്ടതില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്ന് പ്രത്യേകം ഇവിടെ റിമെമ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ എൻ്റർ യുവർ 12 ഡിജിറ്റ് ആധാർ നമ്പർ ഫോർ പാൻ അലോട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ആധാർ നമ്പർ ഈ കോളത്തിൽ അടിച്ചു കൊടുക്കണം. എക്സാമ്പിൾ അവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ 12 അക്കമുള്ള ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ആധാർ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് ഐ കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റൊരു പാൻ കാർഡിന് ഉടമയാവാൻ പാടില്ല. അതായത് ഇതിന്റെ മുമ്പേ നിങ്ങൾ പാൻ കാർഡ് എടുത്തിട്ടുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ രണ്ടാമത്തേത് പറയുന്നത് മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. മൂന്നാമത്തേത് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. നാലാമതായി പറയുന്നത് നിങ്ങൾ 18 വയസ്സ് തികഞ്ഞ ഒരാളായിരിക്കണം എന്നുള്ളതുമാണ്. അപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. ആ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ പറയുന്നത് 1, 2, 3 എന്ന് നമ്പർ ഇട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡിലുള്ള വിവരങ്ങൾ അവരെടുക്കുന്നുണ്ട്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് പാൻ കാർഡ് ഇതിന്റെ മുമ്പ് എടുത്തിട്ടില്ല, ആധാർ കാർഡിൽ 18 വയസ്സായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ 10 മിനിറ്റാണ് മാക്സിമം സമയം നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് അവൈലബിൾ ഇൻ 40 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. 0.40 എന്ന് പറയുന്നത് 40 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് കഴിഞ്ഞാൽ റീസെന്റ് OTP വീണ്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്.
OTP അടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് ശരിയിടുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ യുവർ പേഴ്സണൽ ഡാറ്റ ബേസ്ഡ് ഓൺ ആധാർ eKYC എന്ന് കാണിച്ചു വരുന്നതാണ്. അതായത് നമ്മുടെ ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ, ആധാർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ മുതലായ അതിലുള്ള മുഴുവൻ ഡാറ്റകളും ഇവിടെ കാണിക്കുന്നതാണ്. മുകളിൽ നമുക്ക് കാണാം രണ്ടാമത്തത് ടിക്ക് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ജെൻഡറിന്റെ താഴെയായി മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടാകും. ഇമെയിൽ ID എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ നേരെയായി ലിങ്ക് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ID അവിടെ അടിക്കാനുള്ള ഒരു കോളം വരും. അവിടെ നമ്മുടെ ഇമെയിൽ ID തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് 6 അക്കമുള്ള ഒരു OTP വരും. ആ OTP നമ്മൾ നോക്കിയതിന് ശേഷം ഇവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. അത് കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ള് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെന്റ് OTP കൊടുത്ത് വീണ്ടും OTPക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെരിഫൈഡ് എന്ന് എഴുതി കാണിക്കും നിങ്ങളുടെ Gmail. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഐ ആക്സെപ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ആ ഓപ്ഷനുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കുറച്ച് റൂൾസ് ആണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് വായിച്ചു നോക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സിൽ ഐ ആക്സെപ്റ്റ് ദാറ്റ് എന്നുള്ള അവിടെ ഒരു ടിക്ക് മാർക്ക് വരുത്തേണ്ടതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ശരിയായി മാറുന്നതാണ്. അത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെനു ആണ് വരുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ യുവർ റിക്വസ്റ്റ് ഫോർ ePAN ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതായത് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ ആ നമ്പർ കൂടിയേ തീരൂ. അപ്പോൾ അത് മിസ്സാകാതെ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി. ഏറ്റവും മുകളിൽ 4 ബോക്സുകളും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുഴുവൻ പ്രൊസീജിയറും ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഇതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ നേരത്തെ എടുത്തിട്ടുള്ള ഹോം ബട്ടണിൽ തന്നെ പോകാം. ബാക്ക് അടിച്ചാലും മതി, അല്ലെങ്കിൽ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ഹോം ബട്ടൺ അടിച്ചാലും മതി. ഇപ്പൊ നമ്മൾ ഹോം ബട്ടണിൽ എത്തിയിട്ടുണ്ട്. നേരെ സ്ക്രോൾ ചെയ്ത് നേരത്തെ എടുത്തിട്ടുള്ള ആ മെനു തന്നെ എടുത്തു. അതിനുശേഷം ഇൻസ്റ്റന്റ് ePAN എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ വന്നു. അത് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 2 മെനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ മെനു ആയിട്ടുള്ള ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മോട് നമ്മുടെ ആധാർ കാർഡ് എൻ്റർ ചെയ്യാൻ പറയും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെയും മുകളിൽ നിങ്ങൾക്ക് 3 കോളങ്ങൾ കാണിക്കുന്നുണ്ടാകും. 1, 2, 3 എന്നുള്ളത് 3 പ്രൊസീജിയർ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ആധാർ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്കമുള്ള OTP വരും. ആ OTP തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുക്കണം. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കറന്റ് സ്റ്റാറ്റസ് ഓഫ് യുവർ ന്യൂ ePAN റിക്വസ്റ്റ് സക്സസ്ഫുൾ ആയി എന്നിവിടെ കാണിക്കുന്നുണ്ട്. പാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. പാൻ അലോട്ട് ചെയ്ത ഡേറ്റ് 9 ഒക്ടോബർ 24 ആണ്. അതേപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഡേറ്റും 9 ഒക്ടോബർ 24 തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ, അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം തന്നെ നമുക്ക് പാൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വ്യൂ ePAN എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ePAN എന്നും കാണാം. ആദ്യം തന്നെ നമുക്ക് വ്യൂ ePAN എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പാസ്വേഡ് അടിക്കാനുള്ള ഒരു കോളാണ് വരുന്നത്. അതായത് നമുക്ക് ഈ PDF ഓപ്പൺ ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ
പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ഇവിടെ പാസ്വേഡ് ആയിട്ട് അടിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 5/12/2005 എന്നാണെങ്കിൽ അതേപോലെ തന്നെ 0 കൂട്ടി അടിച്ചു കൊടുക്കുക. അതായത് ഒറ്റ സംഖ്യയാണെങ്കിൽ 5 എന്നാണെങ്കിൽ 05 എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ആ കോഡ് അടിച്ചു കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയാണോ എന്ന് വേണമെങ്കിൽ ഡിസ്പ്ലേ പാസ്വേഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അടക്കം നമുക്ക് ഇവിടെ പാൻ കാർഡ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇപ്പം നമ്മളത് വ്യൂ ചെയ്തതാണ്. ഇനി നമുക്ക് പിറകോട്ട് തന്നെ പോകാം. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നേരെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ഇ പാൻ എന്ന് കാണിക്കുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡൗൺലോഡ് അഗെയിൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോഴും നമുക്ക് ഇതേ രീതിയിൽ തന്നെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കൂടെ ഒരു സംഖ്യയേ ഉള്ളൂ എങ്കിൽ അതിൽ 0 ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ 0 ചേർത്തുകൊണ്ട്, അതായത് 5 എന്നാണെങ്കിൽ 05 എന്നടിക്കണം. ഞാനിവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗാലറിയിൽ പോയി ചെക്ക് ചെയ്താൽ അവിടെ ഡൗൺലോഡ് ആയി കിടക്കുന്നത് കാണുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കാർഡായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പാൻ കാർഡ് രൂപത്തിലാക്കി സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.